അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരന്മാരെ, ഇന്നത്തെ നമ്മൾ ഇസ്ലാമിക് സ്പീച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒരു സൈന്യത്തെ ഒരു ഭാഗത്തേക്ക് നിയോഗിച്ചു. അങ്ങനെ സെരിയായും ഒസവത്തുണ്ട്. സെരിയ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുക്കാത്ത പോരാട്ടത്തിനാണ് പറയുന്നത്. ഒസവത്ത് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുത്ത യുദ്ധത്തിന് പറയും. ഏതായാലും ഒരു ഭാഗത്തേക്ക് ഒരു നേതാവിൻ്റെ കൂടെ, നേതാവിൻ്റെ കൂടെ കുറച്ച് ആൾക്കാർ ഒരു ഭാഗത്തേക്ക് നിയോഗിച്ചു. അവരവിടെ കുറച്ചാളും താമസിച്ച സമയത്ത് ഇയാൾ നിസ്കരിക്കുമ്പോൾ, നേതാവ് നിസ്കരിക്കുന്ന സമയത്ത് ഫാത്തിഹ സൂറത്തും അതിന് ശേഷമുള്ള സൂറത്തോലും സുന്നത്താണല്ലോ. ഫാത്തിഹ സൂറത്ത് ഓതൽ ഫറലുമാണ്. ആ സൂറത്തോതിന് ശേഷം പതിവായിട്ട് ഇഖ്ലാസ് സൂറത്ത്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതും. അപ്പോൾ ആ മൗമീങ്ങളായ സഹാബികൾ അണികളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, എന്താണ് ഇയാൾ ഇങ്ങനെ ചെയ്യുന്നത്? ഏതായാലും അവർ ഇയാളെ പിന്തുടർന്നു. തിരിച്ചു വന്നതിന് ശേഷം ആദ്യമായിട്ട് പ്രവാചകനോട് പറഞ്ഞു, നബിയെ, നമ്മുടെ നേതാവ്, നമ്മുടെ നായകൻ, ഞങ്ങൾക്ക് ഇമാമെന്നിരുന്ന ആളും, അദ്ദേഹം നമസ്കരിക്കുമ്പോൾ ഫാത്തിഹ സൂറത്തിന് ശേഷം സൂറത്തോതിന് ശേഷം എല്ലാ നമസ്കാരത്തിലും, ഉറക്കമൊന്നും എല്ലാ നമസ്കാരത്തിലും അദ്ദേഹം ഖുൽ ഹുവല്ലാഹ് ഇഖ്ലാസ് എന്ന സൂറത്ത് ഓതി. മനസ്സിലാസൽമ തങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ അവനോട് എന്താണ്, ഏത് ലക്ഷ്യത്തിലാണ് അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു. എന്താണ് അതിൻ്റെ ഉദ്ദേശമെന്ന് ചോദിച്ചു. കാരണം എനിക്ക് ചെയ്യാത്തൊരു കാര്യമാണ് കേട്ടോ. എന്ത് ഉദ്ദേശമാണ് ചോദിച്ചപ്പോൾ അയാൾ എനിക്കൊന്നും ഉദ്ദേശം ഉണ്ടായിരുന്നു. എനിക്ക് ആ സൂറത്ത് വളരെ ഇഷ്ടമാണ്. കാരണം അതിൽ തൗഹീദ്, അള്ളാഹുവിൻ്റെ സിഫത്തുകളാണ്, വെറും തൗഹീദാണ് അതിൽ പറയുന്നത്. അതുകൊണ്ട് ഞാനത് എപ്പോഴും പാരായണം ചെയ്യാറുണ്ട്. നമസ്കാരത്തിന് ശേഷം, സൂറത്തിന് ശേഷം ഞാനത് പാരായണം ചെയ്യുന്നത് അതുകൊണ്ടാണ്. ആ നബിനോട് ആ സഹാബിയായിട്ട് എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് അദ്ദേഹത്തിന് അത് ഇഷ്ടമാണ്, ആ അധ്യായം, ആ സൂറത്തുള്ളത് ഇഷ്ടമാണ്. നബി അള്ളാഹുവിൻ്റെ ഗുണങ്ങളടങ്ങിയ തൗഹീദാണ്, അതുകൊണ്ടാണ് ചെല്ലുന്നത്, അത് ഇഷ്ടപ്പെട്ടിട്ടാണ്. അപ്പോൾ നബി പറഞ്ഞു, നിങ്ങൾ അവിടെ പോയി പറയും അള്ളാഹു നിങ്ങളെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഖ്ലാസ് സൂറത്തിൻ്റെ പ്രത്യേകത കേട്ടോ അത്. അള്ളാഹുവിന് നിങ്ങളെ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾ ആ സൂറത്ത് ഇഷ്ടപ്പെട്ടത് എപ്പോഴും പാരായണം ചെയ്യുന്നതുകൊണ്ട് അള്ളാഹു നിങ്ങളെയും ഇഷ്ടമാണ്. അപ്പോൾ നമുക്കൊരു പാഠം പഠിക്കാണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം അയാൾ ചെയ്തപ്പോൾ അത് ചോദ്യം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ നബി ചെയ്യാത്തൊരു കാര്യം ദീനിൽ നമുക്ക് കൂട്ടുവാനും കുറക്കുവാനും അവകാശമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചു അത്. അതുപോലെ തന്നെ മസ്ജിദുൽ ഖുബായിൽ നിന്നിരുന്ന ഇമാമ് അദ്ദേഹം ചെയ്തിരുന്നതും അതുപോലെ തന്നെ. അദ്ദേഹം തുടക്കത്തിലായിരുന്നു. ഫാത്തിഹ സൂറത്ത് ഓതൽ സുന്നത്ത് ഫറലല്ലേ, അതിൻ്റെയൊക്കെ തുടക്കത്തിൽ ഇഖ്ലാസ് സൂറത്ത് ഓതും. അപ്പോൾ അവിടെയും ഒരു ചർച്ചാ വിഷയമായി അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ അന ഉഹിബ്ബു ഹാദി സൂറത്ത്, ഈ അദ്ദേഹത്തെ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്, അള്ളാഹുവിനെ സിഫത്ത് അടങ്ങിയ ഈ അദ്ദേഹം ഞാൻ ഓതുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുഹിബ്ബുക്കുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അദീലക്കുല്ലാഹു ഫിൽ ജന്ന, അള്ളാഹു നിങ്ങളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമെന്നാണ് അതിന് മറുപടി കൊടുത്തത്. ഇതോടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇഖ്ലാസ് സൂറത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിന് 3 പേര് അറിയപ്പെടുന്ന ഒന്നാണ്. ഒന്ന് ഇഖ്ലാസ്, നിഷ്കളങ്കത, ആത്മാർത്ഥത എന്നുള്ള അർത്ഥമാണ് അതിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. രണ്ടാമത്തേത് പറയുകയാണെങ്കിൽ അത് അസാസുൽ ഇസ്ലാമാണ്, അടിത്തറ, ദീനിൻ്റെ അടിസ്ഥാനം അടിത്തറയാണ്. ദീനിൻ്റെ അടിത്തറ എന്താണെന്ന് വെച്ചാൽ തൗഹീദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 21 കൊല്ലം മക്കയിൽ പ്രബോധനം ചെയ്തതും തൗഹീദാണ്. ഇന്നും ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് തൗഹീദാണ്. ഒരു വിഭാഗം ആൾക്കാർ തൗഹീദാണെന്ന് പറയുന്നു, പക്ഷേ അവർ അള്ളാഹുവിൻ്റെ ദാത്തിലും സിഫത്തിലും അഫ്ആലിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെ ഷിർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ തൗഹീദിനെ ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, സൂറത്ത് യൂസുഫിൽ അല്ലാഹു തആല പറയുന്നത്. നിങ്ങളൊക്കെ തൗഹീദിൻ്റെ ആൾക്കാരായിരിക്കും, സത്യവിശ്വാസികളായിരിക്കും, പക്ഷേ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആ ഷിർക്ക്, വലിയൊരു ജീവി, അണുജീവി അറിയാതെ അരിച്ചു വരുന്നത് പോലെ നിങ്ങൾ അറിയാതെ നിങ്ങളെ തൗഹീദിലേക്ക് ഷിർക്ക് വന്നു പോകുന്നു. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനമാണ്. അപ്പോൾ അതിന് രണ്ടാമത്തെ പേര് അസാസുൽ ഇസ്ലാം എന്നാണ് കേട്ടോ. ഇനിയൊരു പേരുണ്ട്. ഇനിയൊരു പേരെന്ന് വെച്ചാൽ അറിവിൻ്റെ ഒരു അധ്യായമാണ് അത് എന്ന് പറയുന്നുണ്ട്. അതിൽ വളരെ വിജ്ഞാനമുള്ളത് കൊണ്ട് അറിവിൻ്റെ അധ്യായമായിട്ടും അതിനെ പറയുന്നുണ്ട്. അപ്പോൾ 3 പേരുകൾ ആയിക്കട്ടെ. ഒന്നാമത്തേത് അസാസ്, രണ്ടാമത്തെ മആരിഫ്, മൂന്നാമത്തേത് മആരിഫാണ് കേട്ടോ. മആരിഫ് എന്ന് പറഞ്ഞാൽ അറിവ്. കുറേ അറിവ് അതിലുണ്ട്. മഹാനായ സാഫി ഇമാം വൽ അസർ സൂറത്ത് ഓതിയിട്ട് പറഞ്ഞു, ഖുർആനിലെ 113 അധ്യായങ്ങളും അവതരിച്ചിട്ടില്ല, ഒരൊറ്റ അധ്യായം വൽ അസർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. അർത്ഥം പറയുന്നില്ല കേട്ടോ, ഉദാഹരണം പറയാണ്. ആ സൂറത്ത് ഒരു ഷാഫി ഇമാം പറഞ്ഞത്
114 അധ്യായത്തെ 113 അധ്യായം അവതരിച്ചിട്ടില്ലെങ്കിലും ഈ അധ്യായം ഉണ്ടെങ്കിൽ 113 അധ്യായത്തിലും പറഞ്ഞ കാര്യം വല്ലസരി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒരു അധ്യായമാണ് ഏത് ഇഖ്ലാസ് സൂറത്ത് എന്ന് പറയുന്നത്. മആരിഫ്, വിജ്ഞാനത്തിൻ്റെ ഒരു കേദാരമാണ്. അതിലൊരുപാട് അറിവുകളുണ്ട്. തൗഹീദുണ്ട്, ഇബാദത്തുണ്ട്, ആരാധനകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, എന്തൊക്കെ ആരോടൊക്കെ പറയണം, എങ്ങനെയൊക്കെ അമൽ ചെയ്യണം എന്നൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുറച്ചായത്തുള്ളൂ. ഖുൽ, നബിയെ തങ്ങൾ പറയുക, ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുലു കുഫുവൻ. 5 ആയത്തുകൾ വളരെ അർത്ഥവത്തായ 5 ആയത്തുകളുണ്ട്. ഉച്ചരിക്കാനും പഠിക്കാനൊക്കെ വളരെ എളുപ്പമുള്ളത്. പിന്നെ 4-മത്തെ എന്താ വെച്ചാൽ സൂറത്ത് തൗഹീദ്. ഈ തൗഹീദ് ആണ് അതിൽ കാര്യമായിട്ട് പ്രതിപാദിക്കുന്നത്. അപ്പോൾ 4 പേരാണ്: ഇഖ്ലാസ്, പിന്നെ അസാസ്, പിന്നെ മആരിഫ്, പിന്നെ സൂറത്ത് തൗഹീദ്. 4 പേര് കൊണ്ട് അറിയപ്പെടുന്ന ഒരു അധ്യായമാണ് പരിശുദ്ധ ഖുർആനിലെ 112-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഇഖ്ലാസ് എന്ന പേരിൽ അറിയപ്പെടും. അത് ഇറങ്ങാനുള്ള കാരണം കൂടി നമ്മൾ പഠിച്ചു വെക്കുന്നതല്ല. ഒരിക്കൽ മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, മുഹമ്മദേ, തൻ്റെ ദൈവത്തിന് മക്കളുണ്ടോ? തൻ്റെ ദൈവത്തിൻ്റെ പിതാവ് ആരാണ്? തൻ്റെ ദൈവം എങ്ങനെയാണ്? കറുത്തിട്ടാണ്, വെളുത്തിട്ടാണോ എന്നൊക്കെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോഴാണ് ഈ അധ്യായം ഇറങ്ങിയത്. അതും കൂടി മനസ്സിലാക്കി വെക്കുക. ഖുൽ ഹുവല്ലാഹു അഹദ്, നബിയെ താങ്കൾ പറയുക, ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ്. എല്ലാ നിലയിലും അള്ളാഹുവാണ്. ദാത്തിലും സിഫത്തിലും അഫ്ആലിലും ഒക്കെ ഏകത്വം. റുബൂബിയത്തിലും ഉലൂഹിയത്തിലും ഒക്കെ അള്ളാഹു ഏകനാണ്. ഒരു പങ്കുകാരുമില്ല. ഖുൽ ഹുവല്ലാഹു അഹദ്. അതുമാത്രമല്ല, അള്ളാഹു സമദാണ്. സമദ് എന്ന് പറഞ്ഞാൽ പരാശ്രയരഹിതൻ, ആരുടെയും ആശ്രയമില്ലാത്തവൻ. ഹയ്യുമാണ്, ഖയ്യൂമാണ്, നിലനിൽക്കുന്നവനാണ്, ജീവിക്കുന്നവനാണ്, ആരുടെയും ആശ്രയമില്ലാത്തവൻ, പരാശ്രയരഹിതനും. അതോടൊപ്പം തന്നെ സൃഷ്ടികളായ എന്തെല്ലാം ഇവിടെ ഉണ്ടോ ആ സൃഷ്ടികളുടെയൊക്കെയും സൃഷ്ടാവും ആശാ കേന്ദ്രവുമാണ്. അതാണ് സമയിൻ്റെ അർത്ഥം. അള്ളാഹു പരാശ്രയരഹിതനാണ്, എല്ലാ സൃഷ്ടികളുടെയും ആശാകേന്ദ്രവുമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു സമദ്. ലം യലിദ്, ജനിച്ചിട്ടില്ല, വലം യൂലദ്, ജനിപ്പിച്ചിട്ടുമില്ല, വാപ്പിയും ഉമ്മയൊന്നുമില്ല, കുട്ടികളും ഇല്ല. തന്നെ അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ പ്രകൃതി. ലം യലിദാണ്, വലം യൂലദ്, വലം യകുലു കുഫുവൻ. അത് അള്ളാഹുവിനോട് തുല്യമായിട്ടുള്ള ഒരു ശക്തിയുമില്ല, ആരുമില്ല, ശക്തിയോ വ്യക്തിയോ ഒന്നുമില്ല. അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ ഇവർക്ക് മറുപടി എന്നോണമാണ് ഈ ആയത്ത് ഇറങ്ങിയത്. മഹാന്മാർ പറയുന്നു, പരിശുദ്ധ ഖുർആന് ഷാഫി ഇമാമ് 13 അധ്യായമില്ലാത്തത് പിന്നെ അൽ-അസ്ർ മാത്രമുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെ 1/3 ഭാഗം ഇത് തന്നെയാണ്. ഈ സൂറത്തിൽ പ്രതിപാദിക്കപ്പെടുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കാൻ വേണ്ടി വിരിപ്പിച്ചെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 തവണ ഇഖ്ലാസ് സൂറത്ത് ഓതും, 3 തവണ ഖുൽ റബ്ബിൽ ഫലക്ക് ഓതും, മുഅവ്വദതൈൻ അതിന് പറയാം, ഖുൽ റബ്ബിന്നാസ് ഓതും. അങ്ങനെ 3, 3, 6, 3, 9. ഇഖ്ലാസ് 3, ഫലക്ക് 3, നാസ് 3. ഈ 9 സൂറത്തുകൾ ഓതിയിട്ട് കയ്യിലേക്ക് ഊതിയിട്ട് ദേഹത്തൊക്കെ എവിടേക്ക് സ്പർശിക്കെത്തുന്നത് ഓരൊക്കെ തൊടും. എല്ലാ രോഗങ്ങളും ഉണ്ടാവില്ല, നല്ല ഉറക്കം കിട്ടും, സിദ്ധ ഔഷധങ്ങളാണ്. ഖുർആൻ 30 ജുസും ഓതിയതിൽ പെടുകയും ചെയ്യും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷാബിയോട് പറഞ്ഞു, ആയിഷ, ഈ ഖുർആൻ 30 ജുസ് ഓതാതെ കിടക്കരുത് കേട്ടോ പറഞ്ഞു. അപ്പോൾ ആയിഷാബി വിരിപ്പ് നിന്നിട്ട് കരയാണ്. 30 ജുസ് എങ്ങനെ ഓതുന്നു? അതിന് പറഞ്ഞത് ഇഖ്ലാസ് സൂറത്ത് 3 വട്ടം ഓതിയാൽ മതി. അതുപോലെ തന്നെ ഹജ്ജ് ഉംറയും ചെയ്യാൻ ഉറങ്ങരുത്. സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ 7 വട്ടം പറഞ്ഞാൽ മതി. എന്നാൽ അതിൻ്റെ കൂലി കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഈ സൂറത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ ഹദീസ് ക്ലാസ്സിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും ഇഖ്ലാസ് സൂറത്ത് ജീവിതത്തിൽ പകർത്തുക. എപ്പോഴും ഇഖ്ലാസ് സൂറത്ത് ഓതുക കേട്ടോ. എന്നാൽ ഇഖ്ലാസ് സൂറത്തും ഫലക്കും നാസ് ഓതിയാൽ രോഗങ്ങൾ ഉണ്ടാവുകയില്ല. സിഹറുകളും അതുപോലത്തതായ നമ്മൾ സിഹറിൻ്റെ ഹഖീഖത്തിലും തഫ്സീറിലും കാര്യത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഞാനത് വിശ്വസിക്കുന്ന ആളാണ്. സിഹറില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട്. ആ വിഷയത്തിലേക്കൊന്നും പോകുന്നില്ല. ആ സിഹറിന് സ്വന്തം കഴിവുണ്ടെന്ന് വിശ്വസിക്കാൻ പാടില്ല. നമ്മൾ അസുഖം വരുമ്പോൾ മരുന്ന് കഴിക്കുന്നുണ്ട്. ആ മരുന്നിന് സ്വന്തം കഴിവാണ്, അള്ളാഹു കൊടുക്കുന്ന കഴിവാണ്. പലതിന് ഇബ്ലീസിന് സ്വന്തം കഴിവുണ്ടെന്ന് വിശ്വസിക്കാൻ പാടില്ല, അള്ളാഹു കൊടുക്കുന്ന കഴിവാണ്. അതുപോലത്തെ ചില കഴിവുകളൊക്കെ ഇതിലുണ്ടാവാം. സിഹർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാവിച്ച സൂറത്ത് ബുഖാരിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ആപത്തുകളൊന്നും വരില്ല ഇത് പതിവാക്കിയാൽ. അള്ളാഹു നമ്മളെ തട്ടി അകറ്റുകയും അതിൽ നിന്ന് കേട്ടോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ല, ഇഖ്ലാസ് സൂറത്ത് നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ഓതുക, പതിവാക്കുക. അതിന് വലിയ പുണ്യമുണ്ട്. മറ്റേ സഹാബിയോട് പറഞ്ഞ വദ്ഖലക്കുല്ലാഹുൽ ജന്ന, അള്ളാഹു എന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്. നീ എപ്പോഴും ഖുർആൻ ഇഖ്ലാസ് ഓതുന്നുണ്ട്, അള്ളാഹു എന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അങ്ങനെ പ്രവേശിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.